Hello children, welcome to our next English class. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ. Look at the text. My first friend and familiar was a small grey squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendly. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. My first friend and familiar was a small squirrel. എൻ്റെ ആദ്യത്തെ ചങ്ങാതിയും സുഹൃത്തും ഒരു തവിട്ട് നിറമുള്ള അണ്ണാനായിരുന്നു. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ, ചങ്ങാതിയും സുഹൃത്തും. വാസ് എ സ്മോൾ ഗ്രേ സ്കിരൽ, തവിട്ട് നിറത്തിലുള്ള ഒരു സ്കിരൽ ആയിരുന്നു. അണ്ണാൻ കുഞ്ഞ്. അതാ മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്കിരൽ. ആർച്ചിങ് ഹിസ് ബാക്ക്, മുതുകൊക്കെ വളച്ച്, ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദി എയർ, ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ മണമൊക്കെ പിടിച്ച്. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെന്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അവന്റെ സ്വകാര്യതയിൽ കടന്നു കയറിയതിന്റെ ഒരു എതിർപ്പ് അവൻ പ്രകടിപ്പിക്കായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദി എയർ. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെന്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അവന്റെ പ്രൈവസിയിലേക്ക് മൈ ഇൻവേഷൻ, എന്റെ കടന്നുകയറ്റം അവൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവന്റെ മുതുക് വളച്ച് ആശത്തേക്ക് ഇങ്ങനെ മണം പിടിച്ചൊക്കെ ഇരുന്നു. നമുക്കറിയാം, അണ്ണാ കുഞ്ഞിനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ബട്ട് വെൻ ഹി ഫൗണ്ട്, പക്ഷെ പെട്ടെന്ന് അവന് മനസ്സിലായിട്ടുണ്ടാവും അവന്റെ കയ്യില്, എന്റെ കയ്യില് എന്തോ ഇല്ല, ആയുധങ്ങളൊന്നുമില്ല. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ്, എന്റെ കയ്യില് ആയുധങ്ങളൊന്നും ഇല്ല എന്നവൻ മനസ്സിലായി. അല്ലെ, എത്തരത്തിലുള്ള ആയുധങ്ങള് അതുകൂടെ പറയുന്നുണ്ട്. വിത്ത് എ കറ്റാപ്പൾട്ട്, തെറ്റാലി കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ കവണ പോലെ ഇരിക്കുന്ന സാധനം. അതിനകത്ത് ഈ വലിയ റബ്ബറൊക്കെ വലിച്ചു കിട്ടിയിട്ട് കല്ലൊക്കെ വെച്ചിട്ട് ലക്ഷ്യം വെച്ച് അടിച്ചാൽ കൊള്ളിക്കുന്ന ഒരു സാധനമാണ് ഈ തെറ്റാലി എന്ന് പറയുന്നൊരു സാധനം. അപ്പൊ അതും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. എയർ ഗണ്ണോ കറ്റാപ്പൾട്ടോ ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ അവൻ സൗഹൃദമുള്ളവനായിട്ട് മാറുകയാണ് ചെയ്തു. അപ്പൊ അവന് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും എന്റെ കയ്യിലില്ല എന്ന് കണ്ടപ്പോൾ അവൻ എന്തായി മാറി? ഈ ബിക്കെയിം മോർ ഫ്രണ്ട്ലി. അല്ലെ? ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലിവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. അപ്പൊ ഞാൻ അവന് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ്? കേക്കിന്റെയും ബിസ്ക്കറ്റിന്റെയും ഒക്കെ കഷ്ണങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോൾ he grew bolder and finally became familiar enough to take food from my hands. അങ്ങനെ ഞാൻ അവന് കേക്കിന്റെയും അതുപോലെ ബിസ്ക്കറ്റിന്റെയും കഷ്ണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ അവൻ കൂടുതൽ ധൈര്യവാനായി. ഒടുവിൽ എന്ത് സംഭവിച്ചു? ആൻഡ് ഫൈനലി ഹി ബിക്കം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്. എന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കത്തക്കണക്ക് അത് അത്രയും അവൻ ഇണക്കമുള്ളവനായിട്ട് മാറി. അവന്റെ പേടിയൊക്കെ മാറി. ഞാൻ ഹാംഫുൾ അല്ല എന്ന് അവന് ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് ദ സ്ക്വിറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? ഹൗ ഡിഡ് ദ സ്ക്വിറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് ആ സ്ക്വിറൽ കുട്ടിയുടെ സുഹൃത്തായിട്ട് മാറിയത്? നമുക്കറിയാം, അതിന്റെ ആൻസർ അവിടെ ഉണ്ടല്ലോ. കാരണം അതിന്റെ ആൻസർ ഞാനൊന്ന് പറയാം, നിങ്ങൾ അത് എഴുതിയെടുക്കാൻ പറ്റുന്നെങ്കിൽ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കണം.
എങ്കിൽ അവിടെ ആ തന്നെ ആൻസർ ഉണ്ട്, അത് കണ്ടുപിടിച്ച് ആൻസർ ചെയ്യുക. ബയോഗ്രാഫിന്ന് ആൻസർ ചെയ്ത കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ലേ. ദ ബോയ് ഗേവ് ദ സ്ക്വിറൽ പീസസ് ഓഫ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്. He had no catapult or air gun in his hand. His friendly approach towards the squirrel made it become a friend of the boy. That is the answer. അപ്പോൾ how did the squirrel became a friend of the boy എന്നുള്ളതിന്റെ ആൻസർ നമ്മൾ കണ്ടല്ലോ. അതാണ് സെക്കൻഡ് പാരഗ്രാഫ്. അത് ഇനി അത് ആവർത്തിക്കുന്ന എന്നെ സമയക്കുറവുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ പോയി. Before long he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a hero. Next one. Okay. Before long, he was delving into my pockets and helping himself to whatever he could find. അധികം താമസിയാതെ തന്നെ എൻ്റെ പോക്കറ്റിൽ പരതാൻ ഡൽവി എന്ന് വെച്ചാൽ പരതുക, പോക്കറ്റിലൊക്കെ ഇങ്ങനെ പരതി നോക്കും. അപ്പൊ അത്രത്തോളം ആ അണ്ണാൻ ആ കുട്ടിയോട് സൗഹൃദം ഭാവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ തെളിവാണ് എന്ത് ഇവിടെ നമ്മൾ കാണുന്നത്. ബിഫോർ ലോങ്, അധികം താമസിച്ചില്ല, ഹി വാസ് ഡെൽവിംഗ് ഇൻ ടു മൈ പോക്കറ്റ്സ്, എന്റെ പോക്കറ്റിലൊക്കെ പരതാനും ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അത് പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് തിന്നാനും വരെ, ആഹാരം എടുത്ത് കഴിക്കുന്നതിന് വരെ, തിന്നുന്നതിന് വരെ അവൻ സ്വാതന്ത്ര്യം കാണിച്ചു തുടങ്ങി. അതാണ് അധികം താമസിയാതെ എന്റെ പോക്കറ്റിൽ നിന്ന് പരതാനും അവിടെ നിന്ന് കിട്ടുന്നത് എന്തും എടുത്ത് തിന്നാനും തുടങ്ങി. അപ്പോ പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ, തീരെ കുഞ്ഞായിട്ടുള്ള ഒരു അണ്ണാനായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട്, ഇത് കണ്ടിട്ട് അവന്റെ സുഹൃത്തുക്കള്, അണ്ണാന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ അവര് കണ്ടിട്ട് ഈ അണ്ണാൻ കുഞ്ഞ് വെറും തന്നിഷ്ടക്കാരനാണ്, ഒരു ഹെഡ് സ്ട്രോങ് ആണ്, അവൻ തന്നിഷ്ടക്കാരനാണ്, ഫൂളിഷാണ് ഫോർ ട്രസ്റ്റിംഗ് എ മാൻ. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടൊരു മനുഷ്യനെ വിശ്വസിക്കാൻ പാടില്ല? മനുഷ്യൻ എപ്പോഴും ഇത്തരം ജീവികൾക്ക് ഹാംഫുള്ളാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ വിശ്വസിച്ചാൽ അത് അവിടെ ഉണ്ടാകും എന്നറിയാത്ത വെറും മണ്ടനാണ് ആര്? ഹെഡ് സ്ട്രോങ് ആണ്, ഫൂളിഷാണ് ആര്? ഈ അണ്ണാൻ കുഞ്ഞെന്ന് ഒരു പക്ഷെ അവന്റെ ബന്ധുക്കളും റിലേറ്റീവ്സും ഒക്കെ സുഹൃത്തുക്കളും ഒക്കെ കരുതുന്നുണ്ടാവും. ഹി വാസ് വെരി നോക്കാം, ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും അവനെ കുറിച്ച്? അവൻ ഹെഡ് സ്ട്രോങ് ആണ്, ഫൂളിഷ് ആണ് ഫോർ ട്രസ്റ്റിംഗ് എ മാൻ. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ ദ സ്പ്രിംഗ്, വസന്തകാലത്ത്, സ്പ്രിംഗ് സീസൺ നമുക്കറിയാം. ഇൻ ദ സ്പ്രിംഗ്, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. നോക്കാം. ഇപ്പൊ വസന്തകാലത്ത് ആൽമരത്തിൽ ചുവന്ന പഴങ്ങൾ നിറയപ്പെടും. നമുക്കറിയാം ഫിഗ്, ആൽമരത്തിലെ ചെറിയ പഴങ്ങളുണ്ട്, ചുവന്ന നിറത്തിലുള്ള കൊച്ചു പഴങ്ങളാണ്. അത് വസന്തകാലത്താണല്ലോ ഇതുണ്ടാകുന്നത്. ഇൻ ദ സ്പ്രിംഗ് സീസൺ, ഇൻ ദ സ്പ്രിംഗ് when the banyan tree was full of small red figs. അല്ലേ? വസന്തകാലത്ത് ആൽമരത്തിൽ ചുവന്ന പഴങ്ങൾ നിറയുമ്പോൾ എല്ലാ തരത്തിലുള്ള പക്ഷികളും, അതാ പറഞ്ഞു, all kinds of birds would flock into its branches. അതിന്റെ ശിഖരങ്ങളിലേക്ക് ഓടിയെത്തും. ആലി കൊമ്പത്തേക്ക് എല്ലാത്തരം പക്ഷികളും ഈ ഫിഗ് സീസണിൽ പറന്നെത്തുമായിരുന്നു വസന്തകാലത്ത്. എപ്പോഴ്? വസന്തകാലത്ത്. ഇൻ ദ സ്പ്രിംഗ് സീസൺ, ഇൻ ദ സ്പ്രിംഗ് when the banyan tree was full of small red figs, birds of all kinds would flock into its branches. എത്തരത്തിലുള്ള പക്ഷികളൊക്കെയാണ് വരുന്നത്? വളരെ വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. The red-bottomed bulbul, അടിഭാഗം ചുവന്ന ബുൾബുൾ പക്ഷി. Cheerful and greedy, gossiping rosy pastures,
പാരറ്റ്സ്, ക്രോസ്, ഇങ്ങനെ വിവിധതരം പക്ഷികളുടെ ഏതൊക്കെ തരത്തിലുള്ള പക്ഷികളാണ് അതിനകത്ത് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ എത്തരം പക്ഷികളാണ്: ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, ചിയർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, ദ പാരറ്റ്സ്, ക്രോസ്, കാക്കൾ. ഇതെല്ലാം സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഈ ഭയങ്കരമായിട്ടുള്ള കലവില കൂട്ടിക്കൊണ്ടിരിക്കും. അതായത് ഇങ്ങനെ പറന്നെത്തുന്ന പക്ഷികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്നുകൂടി നോക്കാം. അടിഭാഗം ചുവന്നിരിക്കുന്ന ബുൾബുൾ പക്ഷി, ഉന്മേഷവാന്മാരും ആർത്തി ഉള്ളവരുമായിട്ടുള്ള റോസി പാസ്റ്റേഴ്സ്, തത്തകള്, കാക്കകള്, ഇതെല്ലാം സദാസമയവും തമ്മിൽ ഇങ്ങനെ കലവില കൂട്ടിക്കൊണ്ടിരിക്കും. ശബ്ദായമാനമായിരിക്കും ആലിന്റെ കൊമ്പ്. അങ്ങനെ സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ബനിയൻ ട്രീ, അതായത് പഴങ്ങളുടെ കാലത്ത് വഴിയിൽ ഏറ്റവും ശബ്ദമുഖരിതമായിട്ടുള്ള ഇടം ഈ ആൽമരമായിരുന്നു. മറ്റൊരു ശബ്ദമല്ല, ഈ പക്ഷികളുടെയൊക്കെ കലവില കൂട്ടുന്ന ശബ്ദം. അതാണ് ഈ പക്ഷികളെല്ലാം സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. അപ്പൊ there might appear. അതിന്റെ അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്: വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദി സ്ക്വിറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദി ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? നമുക്കറിയാം അതിന്റെ ആൻസർ: ദ സ്ക്വിറൽ വാസ് വെരി യങ്. The squirrel was very young. His friends thought that he was disobedient and foolish for trusting a man. They thought that it was a dangerous friendship, as humans were often unfriendly to them. Answer കൂടി പറയാം. The squirrel was, third question, the squirrel was very young. His friends thought that he was disobedient and foolish for trusting a human. They thought that it was a dangerous friendship, as humans were often unfriendly to them. Next question: how was the banyan tree the noisiest place during fig season? How was the banyan tree the noisiest place during fig season? ഡ്യൂറിംഗ് ഫിഗ് സീസൺ. ഇതിന്റെ ആൻസർ ഒക്കെ ഒന്നുകൂടെ നോട്ട്സിനകത്ത് ബുക്കിൽ എഴുതിയിട്ട് ഞാനത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് എഴുതാൻ കഴിയും. പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് അതേക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സസ്റ്റ് പ്ലേസ് ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്താണ്? ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ ഓൾ കൈൻഡ്സ് ഓഫ് ബേർഡ്സ് ഫ്ലോക്ക്ഡ് ഇൻടു ഇറ്റ്സ് ബ്രാഞ്ചസ് ടു ഈറ്റ് ദ ഫ്രൂട്ട്സ്. They often quarreled over fruits, making the place very noisy. Once more, during the fig season, all kinds of birds flocked into its branches to eat the fruits. They often quarreled over fruits, making the place very noisy. Thank you. Today we may stop here for the time being. Thank you.